അപ്പം തന്നെ കോമഡിയുടെ കാര്യം പറയുമ്പോൾ മലയാള സിനിമയ്ക്ക് നഷ്ടപ്പെട്ട ഒരു ഇപ്പോഴത്തെ ഈ ജഗതി ശ്രീകുമാറിന് അഭിനയിക്കാൻ പറ്റാതായ ഒരു സാഹചര്യം വന്നു. അതൊരു വലിയൊരു ശൂന്യതയല്ലേ? അദ്ദേഹത്തിൻ്റെ ശൂന്യത വലുതാണ്, പക്ഷെ നമ്മൾ ചിന്തിക്കാതെ. പക്ഷേ എങ്കിലും അദ്ദേഹത്തിൻ്റെ നിന്ന് കോമഡി കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. കാരണം മാറിപ്പോയല്ലോ നമുക്ക് അദ്ദേഹത്തിന്. പക്ഷെ അദ്ദേഹത്തിൻ്റെ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതും കിട്ടിയേനെ. അതുല്യനായ നടനാണ് അല്ലേ? അസാധ്യമാണ്. എങ്ങനെയായിരുന്നു അദ്ദേഹമായിട്ടുള്ളൊരടുപ്പം? എന്നെ തുടക്കകാലത്ത് ഞാൻ കോസ്റ്റ്യൂം ചെയ്തെങ്കിലും പിന്നീട് കുറേശ്ശെ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. കൂടെയുള്ളവരെയൊക്കെ ചിലർ പറയും ജോയിച്ചേട്ടനൊക്കെ ഇങ്ങനെ പേടിപ്പിച്ചിട്ടുണ്ട്, വിരട്ടി വഴക്ക് പറഞ്ഞിട്ടുണ്ട്, പേടിച്ച് നിന്നൊക്കെ. അത് അദ്ദേഹം സിദ്ധിച്ചു വന്നൊരു രീതിയുണ്ട്. ആ ക്യാരക്ടർ നിൽക്കാൻ വേണ്ടി പഠിച്ച് തയ്യാറെടുത്ത് വരുമ്പോഴത്തേക്കും പുതിയൊരാളാവുന്നതിൽ ചിലപ്പോൾ ഒരു അലസത കൊണ്ടൊക്കെ ആയിരിക്കും, ശ്രദ്ധിക്കാതെ തെറ്റിക്കുമ്പോൾ, ആ താളം തെറ്റിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ദേഷ്യം. അത് നെടുമുടി വേണിച്ചേട്ടനും ഗോപി സാറ്, തിലകൻ ചേട്ടൻ, ജോയിച്ചേട്ടനൊക്കെ ഉള്ളവർ ഭയങ്കര ചിട്ടയോടെ ഇതൊരു നിസ്സാരമല്ല എന്ന് കാണുന്നവരുടെ മുമ്പിൽ അത് വല്ലാത്ത അലോസരപ്പെടുത്തും. അപ്പോൾ വഴക്ക് പറയുകയൊക്കെ ചെയ്യും. അങ്ങനെ എന്നെയും വഴക്ക് പറയുകയും ശാസിക്കുകയും കൂടെ കൊണ്ടു കിടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് അത് ഒരു വലിയ ആരാധനയോടെ അല്ലെങ്കിൽ അങ്ങനെ മനസ്സിൽ നിർത്താൻ പറ്റുന്ന ആളാണ്.